യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട അർത്ഥവത്തായിട്ടുള്ള ദൈവിക ആലോചനയാണ് ഇന്നത്തെ വചനം. പരിശുദ്ധാത്മാവ് ഇന്ന് കർത്താവ് എന്ത് സംസാരിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഈ വചനമാണ് പരിശുദ്ധാത്മാവ് നൽകിയത്. ഇന്ന് ഈ ലൈവിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന, ഈ പ്രോഗ്രാം അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കുമായിട്ട് ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് ഈ വചനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല ദൈവമേ, അങ്ങ് യോഹന്നാൻ സുവിശേഷത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച തിരുവചനത്തെ ഇന്ന് പകൽക്കാലം തൻ്റെ ജനവുമായിട്ട് പങ്കുവെക്കുമ്പോൾ അടിയനും കേൾക്കുന്ന ജനവും ഒരുപോലെ ബ്ലസ് ചെയ്യപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ആ ഒന്നാമത്തെ വചനം നമുക്ക് ചിന്തിക്കാം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ഹല്ലേലൂയ. ഇവിടെ ബൈബിളിനകത്ത് പറയപ്പെടുന്ന കോതമ്പ് മണി നമ്മൾ ഓരോരുത്തരുമാണ്. പ്രൈസ് ദി ലോർഡ്. കോതമ്പ് മണി നിലത്തു വീണാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് കോതമ്പ് മണി നിലത്തു വീണാലുള്ള പ്രത്യേകത? അത് കിളിർത്ത് മുളച്ച് അതിൽ 100 കണക്കിന് മുത്തുകൾ അതിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. ഈ കോതമ്പ് മണി നിലത്ത് വീഴാത്തിടത്തോളം കാലം ഈ കോതമ്പ് മണിയിൽ നിന്ന് ഫലം പുറത്തു വരികയില്ല. ഞാനും നീയുമായിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കോതമ്പ് മണികളാണ്. പ്രൈസ് ഗോഡ്. ഈ കോതമ്പ് മണിക്ക് നിലത്ത് വീഴുന്നതിന് മുമ്പ് നിലം എന്ത് ചെയ്യാറുണ്ട്? ഉഴാറുണ്ട്. ഈ നിലത്തിനകത്ത് കോതമ്പ് മണി ഇട്ടാൽ ഇതിന്റെ പുറത്തുകൂടി പുറകിൽ നിന്ന് വരുന്നവർ ചവിട്ടി പോകാറുണ്ട്. ഈ കോതമ്പ് മണിക്ക് ചവിട്ട് ഏൽക്കാനുണ്ട്. ഈ കോതമ്പ് മണി നല്ല വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിലും കോതമ്പ് മണി നല്ല വെയില് അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. കോതമ്പ് മണിക്ക് നല്ല സമൃദ്ധിയോടെ വളരണമെങ്കിൽ ഫലഭൂഷ്ടമായൊരു മണ്ണ്, വളക്കൂറുള്ളൊരു മണ്ണ് കോതമ്പ് മണിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ വളരണമെങ്കിൽ ഫലഭൂഷ്ടമായ വചനം നാൾക്കുനാൾ നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫലപുഷ്ടിയായ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കോതമ്പ് മണി നന്നായി വളരണമെങ്കിൽ ആദ്യം ആ നിലത്തെ ഒന്ന് ഉഴുതു മറിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിനകത്ത് ആദ്യം ഒരു ഉഴുതു മറിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. ഉഴുതു മറിക്കുന്ന ഒരു അനുഭവം, ഇളക്കി മറിക്കുന്ന ഒരു അനുഭവം. നമ്മൾ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ആരംഭം അതാണ്. ഇളകി മറിയുന്ന ഒരു അനുഭവം ഒരു ദൈവ പൈതലിനുണ്ടാകും. ഹല്ലേലൂയ. ആ നിലത്ത് മാത്രമേ ഇളക്കമുണ്ടാകത്തുള്ളൂ. ഇളക്കമുള്ള മണ്ണിനകത്ത് മാത്രമേ വേര് വേഗത്തിൽ ഓടത്തുള്ളൂ. ഹല്ലേലൂയ. ഇനി നമ്മൾ നെൽപ്പാടങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, ഗോതമ്പ് മണിയുടെ പാടങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഹരിയാനയിലൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യൻ ശുശ്രൂഷ ഹരിയാനയിൽ ഒരുപാട് ഗോഡൗണുകൾ, അതിൻ്റെ നെൽപ്പാടങ്ങൾ, ഗോതമ്പ് പാടങ്ങളൊക്കെ ധാരാളം കാണാൻ കഴിയുന്ന സ്ഥലമാണ് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും. ഹല്ലേലൂയ. അപ്പൊ ആ ഭാഗത്തൊക്കെ ഇത് ധാരാളം കാണാറുണ്ട്. ഏക്കർ കണക്കിന് ചിലപ്പോൾ നമ്മൾ 2 മണിക്കൂറൊക്കെ ഈ നെൽപ്പാടത്തിന്റെ നടുക്കൂടി കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 2-2.5 മണിക്കൂറൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മനോഹാരിത ഭയങ്കരമാണ്.
ഇതിന്റെ 4 സൈഡ്, ഈ ഗോതമ്പ് മണിയുടെ ഒരു പ്രത്യേകത, സാധാ ചെടികളിൽ നിന്നും വ്യത്യാസമാണ് ഗോതമ്പ് മണി. സാധാ ചെടികൾക്ക് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും 3 നേരം തുടരെ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 4ന്റെ അന്ന് അതിന്റെ മൂട് അഴുകും. ഹല്ലേലൂയ. എന്നാൽ ഈ ഗോതമ്പ് മണി എപ്പോഴും വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇതിന്റെ വേര് അഴുകിപ്പോകാറില്ല. ഗോതമ്പ് മണി വലിയൊരു വൃക്ഷമല്ല, ചെറിയൊരു ചെടിയാണെങ്കിൽ പോലും അതിന്റെ വേര് 1 വർഷം വെള്ളത്തിൽ നിന്നാലും അത് അഴുകിപ്പോകാത്തതാണ്. ദൈവമക്കളെ, നിങ്ങളെ ഏത് കഷ്ടതയുടെ നടുവിൽ നട്ടുവച്ചാലും നിങ്ങൾ അവിടെ നിങ്ങളുടെ വേരുകൾ അഴുകിപ്പോകത്തില്ല, നിങ്ങൾ പട്ടുപോകത്തില്ല, നിങ്ങൾ നശിച്ചു പോകത്തില്ല. നിങ്ങളിൽ നിന്ന് ഫലം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും, ഫലം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും, ഫലം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ബൈബിളിനകത്ത് ദൈവം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള വചനങ്ങളൊക്കെ ഭയങ്കരമാണ്. ദൈവം ഉപമകളായി പറഞ്ഞിരിക്കുന്ന ഓരോന്നിനും അസാധാരണമായ ദൈവ സാന്നിധ്യമുണ്ട്. നോക്കൂ, ഗോതമ്പ് മണിയെ ശ്രദ്ധിക്ക്, അത് എപ്പോഴും വെള്ളത്തിലാണ് നിൽക്കുന്നത്, പക്ഷേ അതിന്റെ വേരെന്ത് ചെയ്യുന്നില്ല. ഇനി ഗോതമ്പ് നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിൽ മറ്റൊരു വൃക്ഷങ്ങളും നിൽക്കത്തില്ല. 24 hours അതിന് നേരിട്ട് സൂര്യപ്രകാശം അടിച്ചു നിൽക്കാറുണ്ട്. പക്ഷേ ഈ ഗോതമ്പിന്റെ ഒരില പോലും കരിയാറില്ല, ഒരില പോലും വാടിപ്പോകാറില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വളർച്ചയെ കത്തിച്ചു കളയുവാൻ, നിങ്ങളുടെ വളർച്ചയെ മുറിച്ചു കളയുവാൻ, നിങ്ങളുടെ വളർച്ചയെ തകർത്ത് കളയുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഗോതമ്പ് മണിയാകുന്ന നമ്മൾ നശിച്ചു പോകത്തില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ പ്രശ്നങ്ങളുടെ നടുവിൽ വീണു പോകത്തില്ല, പ്രതികൂലങ്ങളുടെ നടുവിൽ വീണു പോകത്തില്ല, അന്ധകാരങ്ങളുടെ നടുവിൽ തളർന്നു പോകത്തില്ല, രോഗത്തിന്റെ നടുവിൽ മാറത്തടിക്കത്തില്ല. അവൻ യഹോവയിൽ ആശ്രയം വയ്ക്കും, അവൻ യഹോവയിൽ പറ്റിച്ചേർന്നിരിക്കും. അതുകൊണ്ടാണ് വാക്യത്തിനകത്ത് പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ നാളിലെ ഒരു റിപ്പോർട്ട് വന്നത്, പിരമിഡുകൾ, ഈജിപ്തിന്റെ സംസ്കാരമാണ് പിരമിഡുകൾ. പിരമിഡ് 2000 വർഷത്തിന് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു പിരമിഡിനകത്ത് അത് പൊളിച്ച സമയത്ത് 2-3 ഗോതമ്പ് മണികൾ അതിനകത്തുണ്ടായിരുന്നു. അതിനകത്തൊരു ചെറിയ പൈപ്പിനകത്ത് 2-3 ഗോതമ്പ് മണി കിടന്നു. ശാസ്ത്രജ്ഞന്മാർ അതിനെ എടുത്ത് നല്ല നിലത്ത് കൊണ്ടുവന്ന് വിതച്ചു. 2000 വർഷമായ പിരമിഡ്, ഈ 2000 വർഷം പിരമിഡിനകത്ത് ഗോതമ്പ് മണി ഇരുന്നിട്ടും അത് വെറുതെ ഇരുന്നു. അത് നശിച്ചു പോയില്ല, അത് മറ്റു പ്രാണികൾ വന്ന് അതിനെ നശിപ്പിച്ചില്ല, അതങ്ങനെ തന്നെ ഇരുന്നു. 2000 വർഷം വരെ ഇരുന്ന ആ ഗോതമ്പ് മണി പിന്നെ വിതച്ചപ്പോൾ അത് 100 മേനിയായി കിളിർത്തു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്, നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ആലോചനകൾ ദൈവത്തിനുണ്ട്. നിങ്ങളെ ഈ ഇത്രയും വർഷക്കാലം ഒതുക്കി വച്ചിരുന്ന ഈ പിരമിഡ്, ഈ ഗോതമ്പ് മണികളെ ഒതുക്കി വച്ചിരുന്നത് പോലെ നിങ്ങളെ ഇന്നുവരെ ദൈവിക സന്തോഷം അനുഭവിക്കാതെ, ദൈവിക ശുശ്രൂഷകൾ അനുഭവിക്കുവാൻ കഴിയാതെ, ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ഒതുക്കി വച്ചിരുന്ന ചില പിരമിഡുകൾ, ഈ ലോകത്തിന്റെ ചില അന്ധകാരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുകയാ, നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഈ ഗോതമ്പ് മണിയിൽ നിന്ന് ചില മുത്തുകൾ പുറത്തു വരേണ്ടതിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ പല സ്ഥലത്ത് നിന്ന്
ദൈവം തിരഞ്ഞു പിടിച്ചിവിടെ കൊണ്ടുവന്നത് നിങ്ങളുടെ വിത്ത്, ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന വിത്തിനെ എടുത്ത് നിലത്തിടാൻ വേണ്ടിയാ. നിങ്ങളെ നിലത്തിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ ചവിട്ടും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ ആദ്യത്തെ പ്രോസസ്സിങ് എന്താണ്? നിങ്ങളെ എടുത്ത് നിലത്തിടുക, ചെളിയിലിടുക. എന്നിട്ട് വൃത്തിയില്ലാത്ത കാലുകൾ കൊണ്ട് എന്ത് ചെയ്യും? ചവിട്ടും. പ്രൈസ് ഗോഡ്. ആരംഭം അങ്ങനെയാണ്. പക്ഷേ ഇത് മുള വന്ന് തുടങ്ങിയാൽ ഒരൊറ്റ മനുഷ്യർ അതിന് അടുക്കലേക്ക് എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് ഒന്ന് മുള വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കേടുവരുത്തുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ കീടനാശിനിയൊക്കെ അടിച്ച് അതിനെ സുരക്ഷിതമാക്കി അതിന്റെ ഗോതമ്പ് മണികൾ പുറത്തു വരുവാൻ സഹായിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ ദൈവം സൃഷ്ടിച്ചത്, നമ്മെ ദൈവം രൂപാന്തരപ്പെടുത്തിയത്, നമ്മെ എടുത്തുകൊണ്ട് ഈ നിലത്തിനകത്തിട്ടത്, ഇതൊരു നിലമാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. അപ്പൊ ഇത് കൊയ്ത്തിന്റെ സ്ഥലമാണ്, ഇത് കൊയ്ത്തിനുള്ള നിലമാണ്. ഈ നിലത്തിനകത്ത് കർത്താവ് നിങ്ങളെ കൊണ്ടിട്ടിരിക്കുക. നിങ്ങൾ ചാകാതിരുന്നാൽ മിണ്ടാതിരിക്കും. നിങ്ങൾ ചത്തെങ്കിൽ നിങ്ങൾ എങ്ങനെ ചാകണമെന്ന് സുവിശേഷത്തെ പ്രതി കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിൽ നിന്ന് 100 കണക്കിന് മുളകൾ, 100 കണക്കിന് വിത്തുകൾ അതിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്തിരിക്കുന്നതെല്ലാം ഓരോ ഗോതമ്പ് മണികളാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ വിത്തിനെ എടുത്ത് നിലത്തിട്ടൊന്ന് ചവിട്ടി, ആ വിത്ത് നിൽക്കേണ്ട വിധം നിന്നപ്പോൾ നിങ്ങളെപ്പോലെ 100 കണക്കിന് മുത്തുകളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ, നിങ്ങൾ വീണ് ചാകാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ മറ്റൊരാളുടെ ദുഃഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, മറ്റൊരാളുടെ വേദനയുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ നിങ്ങൾ ഒന്ന് റെഡി ആവുകയാണെങ്കിൽ, അവർക്ക് വേണ്ടി കരയാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ഉപവസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഏത് ചെളിക്കകത്തു നിന്നാലും നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിക്കുന്നവരായി, വളരെ ഫലമുള്ളവരായി നിങ്ങളെ ദൈവം മാറ്റിയെടുക്കും. പ്രൈസ് ഗോഡ്. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, 24-ാം വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വീണ് ചാകണം. 2-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ആശയം വ്യത്യാസം വരികയാണ്. അവിടെ പറയുക, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഈ ലോകപ്രകാരം സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെന്ത് ചെയ്യും? കളയും. നമ്മൾ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കൽ എന്ത് ചെയ്യും? മരിക്കും, നിശ്ചയം. അപ്പൊ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ സ്വന്തം ജീവനെ നോക്കുന്നു എങ്കിൽ അവൻ എന്ത് ചെയ്യും? അതിനെ കളയും. എന്ന് പറഞ്ഞാൽ ഭൗതികമായ മാത്രം നന്മ അനുഭവിക്കുന്നു എങ്കിൽ അവൻ ആ ജീവൻ എന്ത് ചെയ്യും? കളയും. ഭൗതികമായി മാത്രം ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ഭൗതിക സുഖത്തിന് വേണ്ടി മാത്രം ദൈവത്തെ കാണുന്നുവെങ്കിൽ, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ കൂട്ടുപിടിക്കുന്നു എങ്കിൽ അവന്റെ ജീവൻ നഷ്ടപ്പെടും. ഹല്ലേലൂയ. എന്നാൽ ആ വചനപ്രകാരം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ ജീവനെ പ്രയോജനപ്പെടുത്തുന്നു എങ്കിൽ അവൻ ആ ജീവൻ നിത്യജീവനായിട്ട് ഒരുക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ആ ആശയം നിങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ആരെ കാണുന്നത്?
ദൈവത്തെ കാണുന്നത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ദൈവത്തെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? സ്വന്തം ജീവനെ കളയാൻ തയ്യാറായാൽ നിത്യജീവനായിട്ടൊരു ജീവൻ ആര് നമുക്ക് തരും? സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. സ്വന്തം ജീവനെ കളയാൻ റെഡിയാണെങ്കിൽ മാത്രമേ ഏത് ജീവനെ കിട്ടത്തുള്ളൂ? നിത്യജീവനെ കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എന്ത് വേണം? നിത്യജീവൻ വേണം. എങ്കിൽ ഏത് ജീവൻ കളയണം? സ്തോത്രം, ഹല്ലേലൂയ. പെർമനന്റും ഉണ്ട്, ടെമ്പററിയും ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പെർമനന്റ് ജോലിയും ഉണ്ട്, ടെമ്പററി ജോലിയും ഉണ്ട്. ഇപ്പോഴുള്ള ജീവൻ ഏത് ജീവനാണ്? ടെമ്പററി ജീവനാണ്. എപ്പോ വേണമെങ്കിലും നശിച്ചു പോകാനുള്ള ജീവനാണ് ഇപ്പോഴുള്ളത്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറ, ഇപ്പോ ഉള്ള ജീവൻ ടെമ്പററി ജീവനാണെന്ന് പറ, താൽക്കാലിക ജീവനാണെന്ന് പറ. ഇപ്പോഴുള്ള ജീവൻ താൽക്കാലിക ജീവനാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇപ്പോ ഉള്ള ജീവൻ ഏതാണ്? താൽക്കാലിക ജീവനാണ്. ഇനി വേണ്ടത് ഏതാണ്? നിത്യജീവൻ. പെർമനന്റ് ആയിട്ടുള്ള ഒരു ജീവൻ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഏത് ജീവനാണ് ആവശ്യം? നിത്യജീവനാണ് ആവശ്യം. അങ്ങനെയെങ്കിൽ ഏതിനെ കളയണം? ടെമ്പററി വേണോ പെർമനന്റ് വേണോ? തീരുമാനം എടുക്കേണ്ട നമ്മളാ. എന്തേ? പെർമനന്റ് ജീവൻ വേണം. എങ്കിൽ ഏത് ജീവൻ കളയണം? ടെമ്പററി ജീവൻ കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്ഥിരമായൊരു ആത്മാവിനെ വേണമെങ്കിൽ താൽക്കാലികമായ ആത്മാവിനെ കളയണം. ഹല്ലേലൂയ. ഈ ജീവിതം ഇത്ര വലിയ സന്തോഷമൊന്നും ഇല്ല എന്ന് കണ്ടാൽ ഏത് ജീവൻ കിട്ടും? നിത്യജീവൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഈ ജീവന് ഏതുവരെ പോകാം? 50 വരെ പോകാം, 60 വരെ പോകാം, 80 വരെ പോകാം, കൂടിയാൽ 120 വരെ പോകാം. ഇത് നിങ്ങളുടെ വിശ്വാസം പോലെ. സ്തോത്രം. എത്ര വരെ പോകാം? 120 വരെ പോകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ സംവത്സരത്തിന് അപ്പുറം ആരും എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. കർത്താവിന്റെ സംവത്സരം 120 സംവത്സരം. അപ്പൊ അതോടുകൂടി ഈ ടെമ്പററി ജീവൻ തീരുകയാണ്, താൽക്കാലിക ജീവിതം തീരുകയാണ്. പിന്നെ ഏത് ജീവനേക്കിലേക്ക് വരിക? നിത്യജീവനിലേക്ക്. യുഗായുഗം, യുഗായുഗം. ഒരു യുഗം എത്ര വർഷമാണ്? 1000 വർഷം. അങ്ങനെ യുഗായുഗം ജീവിക്കാൻ, കൊതി തീരുന്നത് വരെ ജീവിക്കാൻ. അത് ആരോടുകൂടെ? കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യവും രോഗവും ഇല്ലാത്ത ക്രിസ്തുവിന്റെ കൂടെ 1000 യുഗങ്ങൾ കർത്താവിനോടുകൂടെ വാഴാൻ വേണ്ടി ഈ താൽക്കാലിക ജീവനെ ഉപേക്ഷിക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണെങ്കിൽ ഒരു നിത്യജീവൻ തരുവാൻ എന്റെ കർത്താവ് റെഡിയാണെന്ന് ഇന്ന് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഏത് ജീവനെ കളയാൻ പോവുകയാ? താൽക്കാലിക ജീവനെ കളയാൻ പോവുകയാ. ഈ താൽക്കാലിക ജീവൻ ആവശ്യമുള്ള കാര്യമാണ് ഇവിടെ ആ വാക്യത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഹല്ലേലൂയ. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഏത് ജീവൻ? താൽക്കാലിക ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ താൽക്കാലിക ജീവൻ കൊതിക്കുന്നവരുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? താൽക്കാലിക ജീവൻ കൊതിക്കുന്നവരുടെ അവര് ഒരു വീട്ടിൽ നമ്മൾ പോയി നോക്കിയാൽ പറയും, ഈ ടേബിൾ ഇങ്ങനെ ഇരിക്കാവൂ, ഈ ടേബിൾ തിരിഞ്ഞിരിക്കാൻ പാടില്ല. ആ ടേബിൾ തിരിഞ്ഞിരുന്നാൽ എന്താ? ഇന്ന ഗ്ലാസ്സിലെ വെള്ളം കുടിക്കത്തുള്ളൂ. അപ്പോ മരണത്തോടുകൂടി ആ ഗ്ലാസ് പോവുക. ഇങ്ങനെയേ ഞാൻ ഭക്ഷിക്കത്തുള്ളൂ, ഇന്ന കിടക്കയിലേ ഞാൻ കിടക്കത്തുള്ളൂ. പണ്ടുള്ള അമ്മച്ചന്മാര് കിടക്കുന്ന ചാരി കസാരയിൽ കൊച്ചുമക്കളെയൊന്നും കയറ്റത്തില്ല. അത് നിന്റെ അപ്പന്റെ കസാരയാണ്, നിന്റെ അപ്പന്റെ കസാരയാണ്, അവിടെ നീ കയറാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോ ഒരു സഭ എന്ത് ചെയ്തു? വടിയായി. പിന്നെ അപ്പനെ കാണാനില്ല. അപ്പൊ ഈ കസാര ശൂന്യമായിട്ട് കിടക്കും. സ്തോത്രം. അതെന്തായി? ആ ചെയർ എന്തായി? താൽക്കാലികമായി മാറി. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ
അതിനെ കളയും. അപ്പൊ ജീവൻ ഇവൻ ഇങ്ങനെ കിടന്നാലേ ഉറക്കം വരൂ. തൻ്റെ ജീവൻ അങ്ങനെ അങ്ങ് സ്നേഹിക്കുക. മെത്ത, ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു വീട് പാലുകാച്ചിന് ഞങ്ങൾ വിളിച്ച് അന്ന് പോകാൻ പറ്റില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കട്ടിൽ ഏകദേശം ഇത്ര പൊക്കമുണ്ട്, ഓരോ മെത്തയുടെയും പൊക്കം. നമ്മളിവിടത്തെ മെത്തയുടെ ഒരു 5 ഇരട്ടി വലിപ്പമുണ്ട് ഒരു മെത്തയുടെ പൊക്കം. കട്ടിലിൽ നിന്ന് കസേര ഇട്ടാലേ ഈ മെത്തയുടെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ താഴെ അത്രയും പൊക്കമുള്ള. സ്വത്രം ഹല്ലേലൂയ. നമുക്ക് കൊണ്ടുവന്ന അതിനെ 5 ബെഡാക്കി മാറ്റാം. അങ്ങനെ അവിടെ 5ഓ 6ഓ മുറികളുടെ 6 മുറിയിലും ഇതുപോലെ തന്നെ 2 നിലയിലായിട്ട്. ബാക്കി ഇനി പറയണ്ടല്ലോ. സ്വത്രം ഹല്ലേലൂയ. അതിൽ കിടന്നാലും ഒരു ദിവസം പുഴുവിന് കുത്താൻ നമ്മളെ കൊണ്ട് കൊടുക്കും. ഹല്ലേലൂയ. താൽക്കാലികമായതല്ല നമുക്ക് വേണ്ടത്, സ്ഥിരമായതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് കണ്ടിട്ട് അയ്യോ നാളെ ഇതുപോലത്തെ ഒരു ബെഡ് വാങ്ങണം, എത്ര രൂപയായാലും കുഴപ്പമില്ല. അത് ഏതിനെ സ്നേഹിക്കുന്നു? ജഡത്തെ സ്നേഹിക്കുന്നു, താൽക്കാലിക ജീവനെ സ്നേഹിക്കുന്നു. താൽക്കാലിക ജീവനെ സ്നേഹിക്കുന്നവൻ സ്ഥിരമായ ആത്മാവിനെ കളയും. ഹല്ലേലൂയ. അപ്പൊ അതിന് ചുറ്റുമുള്ള 100 വീട്ടിലുള്ള ആൾക്കാർ പായ വിരിച്ച് കിടക്കുമ്പോൾ ഒരാൾ ഇത്രയും വലിയ മെത്തയിൽ കിടക്കുന്നതും ആയിക്കോട്ടെ, അത് കർത്താവിനൊരു വിഷയമുള്ള കാര്യം അല്ല. ഇനി ഈ മെത്തയിൽ കിടന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ, ഈ മെത്തയിൽ കിടന്നാലും ദൈവത്തെ ആരാധിക്കുന്നു എങ്കിൽ അവന് നിത്യജീവൻ കൊടുക്കും. എന്നാൽ പായിൽ കിടന്നാലും അഹങ്കാരം മാറാത്തതിന് എന്തു കൊടുക്കത്തില്ല? ദൈവരാജ്യം കൊടുക്കത്തില്ല. പ്രൈസ് ഗോഡ്. ദാവീദ് എവിടെയാ കിടന്നേ? കൊട്ടാരത്തിലാ കിടന്നേ. പക്ഷെ രാജകീയ വസ്ത്രമൊക്കെ മാറ്റി വെച്ചിട്ട് ഓരോ രാജ്യങ്ങൾ പിടിച്ചടക്കുമ്പോഴും ഓരോ നന്മ കിട്ടുമ്പോഴും താൻ ആട്ടിടയന്റെ വേഷം ധരിച്ചുകൊണ്ട് വന്നു നിന്ന് എന്ത് ചെയ്യും? ദൈവത്തെ ആരാധിക്കും. കർത്താവ് അതിന് വീണ്ടും വീണ്ടും കൊട്ടാരങ്ങൾ കൊടുത്തു. എത്ര കൊട്ടാരം കിട്ടിയിട്ടും ദാവീദിന്റെ ആരാധന മനോഭാവത്തിൽ വ്യത്യാസം വന്നില്ല. ദാവീദിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസം വന്നില്ല. ദൈവം മാനിക്കുന്നതിനനുസരിച്ച് ആരാധനയുടെ ശക്തിയും ആരാധനയുടെ മഹത്വവും അവന്റെ ജീവിതത്തിനകത്ത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം നമുക്ക് എന്നാ അങ്ങനെ ഒരു ബെഡ് കിട്ടാത്തെ? അത് കിട്ടിയാൽ നമ്മളൊരു പക്ഷേ ദൈവത്തെ അറിയത്തില്ല, ആരാധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അത് ഭാഷ ഇല്ല, ഞങ്ങൾ ആരാധിക്കും. ഇല്ല, നിന്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. അതെന്ന് എനിക്കെന്തിനാ ഇത്രയും കഷ്ടം വച്ചിരിക്കുന്നത്? ഈ കഷ്ടതയിൽ ഇരുന്നാലേ നീ ദൈവത്തെ അറിയത്തുള്ളൂ, ആരാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്താ എനിക്ക് കഷ്ടം മാറാത്തെ? എന്റെ മനോഭാവം മാറിയില്ല, എന്റെ ആറ്റിറ്റ്യൂഡ് മാറിയില്ല. എന്റെ മനോഭാവം മാറിയാൽ ആദ്യം ആരറിയും? സ്വർഗത്തിലിരിക്കുന്ന ദൈവം അറിയും. എന്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നാൽ ആദ്യം അത് ആരറിയും? സ്വർഗത്തിലിരിക്കുന്ന ദൈവം അറിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മനോഭാവം ചേഞ്ച് ആകുമ്പോൾ ദൈവം എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. എന്റെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരുമ്പോൾ എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്ന ദൈവം 1 കൊരിന്ത്യർ ലേഖനം 15:36 പറയുന്നു. 1 കൊരിന്ത്യർ 15:36. മൂഢ, നീ വിതയ്ക്കുന്നത് സത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. സ്തോത്രം. മൂഢ, നീ വിതയ്ക്കുന്നത് സത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഒരു മരണം ആവശ്യമാണ്, ജഡസംബന്ധമായ ഒരു മരണം ആവശ്യമാണ്. ഇന്ന് നമ്മുടെ കർത്തൃരക്ഷയുടെ ദിവസം കൂടിയാണ്. ജഡസംബന്ധമായിട്ടുള്ള സകല മാനുഷിക ചിന്തകളെയും എന്ത് ചെയ്യണം? കുഴിച്ചിടണം. അതുകൊണ്ടാണ് പറയുന്നത്, മൂഢ, നീ വിതച്ചത് സത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒത്തിരി വചനം കേട്ടു, ഒത്തിരി ആരാധിച്ചു, ഒത്തിരി ദൈവത്തെ അറിഞ്ഞു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഫലം വരുന്നില്ല. നീ കിളിർക്കുന്നില്ല എങ്കിൽ നീ വിതച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്നു മുതൽ എന്ത് ചെയ്യാൻ തയ്യാറാകണം? വളരുവാൻ,
കിളിർക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന്. അതിനായിട്ട് നമ്മുടെ നിലങ്ങളെ, നമ്മുടെ ഈ വിത്തിനെ നമ്മൾ മുളപ്പിക്കുവാൻ ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഒരാൾക്കൊരു ജോലി കിട്ടിയാൽ അയാളുടെ ജോലിയിൽ മാത്രം കോൺഫിഡൻസ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, യൂട്യൂബിലൂടെ ഇത് പോകുന്നതുകൊണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വെറും 6000 രൂപ വീട്ടു ചെലവിനെടുക്കും. അദ്ദേഹത്തിന് 40,000 രൂപ ശമ്പളമുണ്ട്. വെറും 6000 രൂപ അദ്ദേഹത്തിന്റെ വീട്ടു ചെലവിനെടുത്തിട്ട് അദ്ദേഹം നടന്നും സൈക്കിളിലുമാണ് സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് പോകുന്നത്. ബാക്കി കിട്ടുന്നതൊക്കെയും സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം ചിലവിട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. പെൺമകളുടെ വിവാഹ സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കാശുമില്ല. വീട്ടിലൊത്തിരി സംസാരമായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവം തക്ക സമയത്ത് ഒരുക്കും. അനേക സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അനേകർക്ക് വേണ്ടി വിതച്ചിട്ടുണ്ട്, അനേകർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിൽ കൺവെൻഷൻ നടക്കുമ്പോൾ അവര് ചോദിക്കാതെ കൊണ്ട് 10,000, 20,000 ഒക്കെ കൊടുത്ത് സഹായിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ 1 രൂപയില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പ്രാർത്ഥിച്ചു. ഒരിക്കൽ പിറ്റേ ആഴ്ച ഡ്രസ്സ് എടുത്തേ പറ്റും, തയ്ക്കണം. ആ രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു ദുബായിൽ നിന്നൊരു കോള്: ബ്രദർ, നിങ്ങളുടെ മകളുടെ വിവാഹമായി എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ മകളുടെ വിവാഹ ഡ്രസ്സ് മുഴുവനും എൻ്റെ അടുത്തെടുത്ത് തരാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിരിക്കുക. ഹല്ലേലൂയ. 50,000 രൂപയ്ക്കുള്ള ഡ്രസ്സ് ഗൾഫിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു? കൊടുത്തു. എന്ത് ചെയ്തതാ? ഒരു കാലത്ത് ചത്തതാ. പണസംബന്ധമായിട്ട് മോഹം വന്ന് വസ്തുക്കൾ വാങ്ങിക്കൂട്ടാതെ, തലമുറകൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദിക്കാതെ, ഉള്ളതിൽ തിന്നാനും കുടിപ്പാനും എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ദൈവനാമത്തിന് വേണ്ടി ചെലവിട്ടപ്പോൾ തനിക്ക് ആവശ്യമുള്ളതെല്ലാം ചരടിച്ചു വെച്ചതായ ഒരു ദൈവം. ഹല്ലേലൂയ. അതിന്റെ അടുത്ത ദിവസം മറ്റൊരാൾ വിളിക്കുന്നു അമേരിക്കയിൽ നിന്ന്: ദേവദാസനെ, നിങ്ങളുടെ മകൾക്ക് ആവശ്യമുള്ള ആഭരണം ഞാൻ അയച്ചു തരും. 50 പവന്റെ ആഭരണം ഞാൻ അയച്ചു തരും. നല്ല ഒറിജിനൽ സാധനം നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ അത് ഗിഫ്റ്റായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ വേണ്ടി ഒരു കാലത്ത് പ്രാർത്ഥിച്ചതായി മനുഷ്യൻ. ഇവർക്കൊക്കെ വേണ്ടി വിതച്ചതായി മനുഷ്യൻ ഒരു കാലത്ത്. അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ ദൈവം അത് തക്ക സമയത്ത് കൊടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളായിട്ട് വിതച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നത് വരെ പറ്റത്തുള്ളൂ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം ചെയ്യണമെങ്കിൽ നിങ്ങൾ വിതയ്ക്കുന്നത് ദൈവനാമത്തിനായിരിക്കണം. നിങ്ങൾ കൊടുക്കുന്നത് ദൈവനാമത്തിനായിരിക്കണം. നിങ്ങൾ വിതയ്ക്കുന്നത് സുവിശേഷ വേലയ്ക്കായിരിക്കണം. അങ്ങനെ നിങ്ങൾ വിതയ്ക്കുമെങ്കിൽ നിശ്ചയമായിട്ടും അത് തക്ക സമയത്ത് ഫലവുമായിട്ട് മടങ്ങി വരും. ഹല്ലേലൂയ. കണ്ടോ, നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ അത് വിതയ്ക്കുന്നില്ലെങ്കിൽ, അത് ചാകുന്നില്ലെങ്കിൽ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നാം ദൈവസന്നിധിയിൽ വിതയ്ക്കുവാൻ ആരംഭിക്കണം. ഒരുപക്ഷെ ട്രാക്ട് കൊടുക്കാൻ പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ട്രാക്ട് അടിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ ഒരു ട്രാക്ട് അടിക്കാൻ നിങ്ങൾക്ക് പൈസ കൊടുക്കാം. ട്രാക്ട് കൊണ്ടുപോകുന്നവർക്ക് വാഹന ചെലവുണ്ട്, നിങ്ങൾക്ക് അത് കൊടുക്കാം. നിങ്ങൾക്കൊരു മിഷണറിയെ സ്പോൺസർ ചെയ്യാം. ഒരു 7,000 രൂപ കൊടുത്താൽ ഒരു മിഷണറിയെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. നോർത്ത് ഇന്ത്യയിലെ മിഷണറിക്ക് വേണ്ടി അയക്കാം. സ്വത്രം. അങ്ങനെ നിങ്ങൾ ആകുന്ന നിലവാരങ്ങളിലൊക്കെ കർത്താവിന്റെ വചനപ്രകാരം ചാകാൻ തയ്യാറാണെങ്കിൽ അത് തക്ക സമയത്ത് ഫലം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അവിടെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 39 പറയുന്നു. മത്തായി 10:39, തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഹല്ലേലൂയ. ഇതേ വാക്യത്തിന്റെ റെഫറൻസ് മറ്റ് ഭാഗങ്ങളിലുണ്ട്. ഇത് മത്തായിലുണ്ട്, മർക്കോസിലുണ്ട്, ലൂക്കോസിലുണ്ട്. ഹല്ലേലൂയ. അപ്പോ ഈ വചനത്തെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ സന്ദേശം എല്ലാ ഭാഗങ്ങളിലും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഒരു ഭാഗത്ത് മാത്രമല്ല. അതുകൊണ്ട് നിങ്ങൾക്കത് വായിച്ച്
ബലപ്പെടുവാൻ അധികമായിട്ട് കഴിയും. കുറിക്കുന്നവർ വേണമെങ്കിൽ കുറിച്ചോ. മർക്കോസ് 8:35 വായിക്കാം. മർക്കോസ് 8:35. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കർത്താവ് രക്ഷിക്കും. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരെയും രക്ഷിക്കുമെന്ന് ബൈബിളിനകത്ത് വാക്യമില്ല. ആരാധിക്കാൻ വരുന്നവരെ എല്ലാവരെയും രക്ഷിക്കുമെന്ന് വചനമില്ല. പിന്നെയോ സുവിശേഷത്തെ പ്രതി, കർത്താവിനെ പ്രതി ആ വചനത്തെ കൊടുക്കുന്നവരെ മാത്രമേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹിക്കത്തുള്ളൂ, രക്ഷിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 26-ാം വാക്യത്തിലേക്ക് വരാം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ മാനിക്കുന്നതാരാ? പിതാവായ ദൈവം. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ മാനിക്കുന്നതാരാ? യേശു പറയുക, എന്റെ ശുശ്രൂഷയെ, എന്നെ സേവിക്കുന്നവനെ, എന്റെ വചനത്തെ പറയുന്നവനെ ആര് മാനിക്കും? പിതാവ് മാനിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവവേല ചെയ്യുന്നവരെ ആരാണ് മാനിക്കുന്നത്? പിതാവാണ് മാനിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും, കർത്താവെ, കർത്താവിന്റെ വേല ചെയ്തിട്ട് കഷ്ടം മാറുന്നില്ലല്ലോ. അതെ, കഷ്ടം മാറുന്നില്ല. കർത്താവ് എന്തൊരുക്കിക്കൊണ്ടിരിക്കുക? നിത്യഭവനം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, സാരമില്ല. ഈ ഭൂമിയിൽ കഷ്ടതയില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമി വിട്ട് പോകാൻ തോന്നത്തില്ല. ഈ ഭൂമിയിൽ തന്നെ കിടക്കാൻ തോന്നും. ഈ ഭൂമിയിൽ കഷ്ടമുണ്ടെങ്കിലോ എനിക്ക് ഈ ഭൂമി വിട്ടേ മതിയാകൂ എന്നൊരു ചിന്ത നമ്മെ എന്ത് ചെയ്യും? സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വാക്യത്തിൽ 26-ൽ അങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ ശുശ്രൂഷിക്കുന്നവൻ ആരെ അനുഗമിക്കണം? യേശുവിനെ അനുഗമിക്കണം. അതാ രണ്ട് കാര്യം എന്താ അവിടെ പറയുന്നത്? എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നതിന്റെ പൊരുളെന്താ? നമ്മൾ യേശുവിനെ കുറിച്ച് പറയുന്നു, പക്ഷെ യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നില്ല. എന്നെ ശുശ്രൂഷ ചെയ്യുന്നവൻ ആരെ അനുഗമിക്കണം? എന്നെ അനുഗമിക്കണം. ഞാൻ എങ്ങനെ യാത്ര ചെയ്യുന്നോ അങ്ങനെ അവൻ യാത്ര ചെയ്യണം. ഞാൻ എങ്ങനെ സംസാരിച്ചുവോ അങ്ങനെ സംസാരിക്കണം. ഞാൻ എങ്ങനെ ശുശ്രൂഷിച്ചുവോ അങ്ങനെ ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്നെ അനുഗമിക്കണം. എന്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കണം. ശുശ്രൂഷ എന്താ? ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, അന്ധകാര ശക്തികളെ അഴിക്കുക. ഇങ്ങനെ ദൈവം ചെയ്ത ശുശ്രൂഷ ചെയ്യണം. അപ്പൊ തന്നെ ഏതിനെ കുറിച്ച് പ്രസംഗിക്കണം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന സന്ദേശം എല്ലാവരോടും പറയണം. ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴും നിങ്ങൾ ആരെ അനുഗമിക്കണം? എന്നെ അനുഗമിക്കണം. നമ്മൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന എവിടെയാണ്? യേശുവിനെ അനുഗമിക്കണമെന്ന് പറയുന്നിടത്താണ് നമ്മൾ നിങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നത്? പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. ഏത് പ്രശ്നമാണ്? യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാത്രി മുഴുവനും പ്രാർത്ഥിക്കണം, പകൽ മുഴുവൻ കർത്താവിന്റെ വേലയിലായിരിക്കണം. രാത്രി മുഴുവനും പ്രാർത്ഥിക്കണം, പകൽ മുഴുവൻ കർത്താവിന്റെ വേലയിലായിരിക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ കുറിച്ച് സന്ദേശം പറയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി യേശുവിന് മറ്റൊരു പ്രത്യേകത, പാപം ചെയ്യാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. ആരുടെ വ്യക്തിത്വം? യേശു കർത്താവിന്റെ വ്യക്തിത്വം. അപ്പൊ നമ്മളെയും ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? പാപം ചെയ്യാത്ത ഒരു വ്യക്തിത്വം. അപ്പൊ ആരെ അനുഗമിക്കണം? ഇനി യേശുവിനെ അനുഗമിക്കുന്നവർക്ക് എന്ത് കിട്ടും അവസാനം? കേട്ടില്ല? ഒരു വലിയ കുരിശ്. ഈ കർത്താവിന്റെ വേലയൊക്കെ നന്നായി ചെയ്താൽ അവസാനം ഒരു വലിയ കുരിശ്. ചില ഭക്തന്മാർക്ക് രോഗങ്ങളാലും പ്രയാസങ്ങളൊക്കെ വരുമ്പോ ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഓ, അയാൾ ഇത്രയും കാലം ശുശ്രൂഷിച്ചിട്ട് അയാൾ രോഗിയായിരിക്കുന്നു. അവസാനം നിന്നയും പഴിയും ദുഷിയും ഒക്കെ ഇതും കൂടി അത് ഏതിൽ സഹിക്കേണ്ടതാണ്?
ജഡത്തിൽ സഹിക്കേണ്ട കഷ്ടതയാണ്. അത് ആ ജഡത്തിൽ സഹിച്ചേ പറ്റത്തുള്ളൂ. എങ്കിലേ മനുഷ്യന്റെ അവസ്ഥകളെ ഒരു വ്യക്തിക്ക് തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. അങ്ങനെ ആ ജഡത്തിലെ പീഡനം കൂടെ സഹിച്ച് ജഡത്തെ മണ്ണിന് വേണ്ടി എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാട് അവന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ! അതാ ദൈവം ചിലർക്ക് രോഗത്തിൽ നിന്ന് വിടുതലുകൾ കൊടുക്കുന്നത് എന്തിനാണ്? യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്, യേശുവിനെ ഉയർത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ! അപ്പോ ഈ വചനം വായിക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ശുശ്രൂഷക്കാരനായി ഇരിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ആരെ പോലെ അനുഗമിക്കണം? യേശുവിനെ പോലെ അനുഗമിക്കണം. ഹല്ലേലൂയ! യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോ യേശു എങ്ങനെ പോയെന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ തല കുനിച്ച് നിന്നുകൊടുത്തെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ! നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആവേശഭരിതരായി മാറാറുണ്ട്, തുള്ളിച്ചാടാറുണ്ട്, പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. പക്ഷെ യേശു എങ്ങനെ നിന്നാ? അർക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. അർക്കാൻ പോകുന്ന കുഞ്ഞാട് എങ്ങനെയാ പോകുന്നത്? മിണ്ടാതെ പോകും, തലയും കുനിച്ച് മിണ്ടാതെ പോകും. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ ആടിന്? അതിനുള്ള ആരോഗ്യവും അതിനുള്ള കഴിവൊന്നും ആർക്കില്ല. സ്തോത്രം. പക്ഷേ ഈ ആട്ടിന്റെ ഇറച്ചിക്ക് ഭയങ്കര വിലയാണ്. മറ്റേ ഇറച്ചിക്കൊക്കെ 150 വിലയുള്ളപ്പോ ഈ ഇറച്ചിക്ക് 1050 രൂപ വിലയാണ്. സ്തോത്രം. ഹല്ലേലൂയ! അതിന് ഗുണമുണ്ട്, എല്ലാം ഉണ്ട്. പ്രൈസലോ. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മള് ആട്ടുകുട്ടിയെ പോലെ ക്രിസ്തുവിന് അനുഗമിക്കുന്നവരായി തീർന്നാൽ നമ്മൾ ഫലമുള്ളവരായി മാറും. ക്രിസ്തുവിന് യോഗ്യരായി നമ്മൾ മാറ്റപ്പെടും. ക്രിസ്തുവിന് പ്രയോജനമുള്ളവരായി നമ്മൾ മാറ്റപ്പെടും. ഹല്ലേലൂയ! അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ സഭയോട് ആഹ്വാനം ചെയ്യുന്നു. ഏതെങ്കിലും ജോലികളില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നാൽ ഞാൻ ജോലി തരാം. സുവിശേഷമാകുന്ന ജോലി. കർത്താവിന്റെ വയൽ പ്രദേശത്ത് നിങ്ങളെയും ശുശ്രൂഷയ്ക്ക് കരം തരാം. ഒരു തൊഴിലുമില്ലാതിരിക്കുന്നവരുണ്ടോ? ഇറങ്ങി വാ, നിങ്ങളെ കർത്താവിന്റെ വേല പഠിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് നിങ്ങളുടെ ദേശങ്ങളിൽ ആക്കി വെക്കാം. കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നിങ്ങളെ ഉപയോഗിക്കാം. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിന്റെ വേല ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും കർത്താവിന്റെ വേല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു പോവാ. നിശ്ചയമായിട്ടും കർത്താവിന്റെ വേലയ്ക്കായിട്ട് നമുക്ക് കടന്നു പോകാനുള്ള അവസരങ്ങളും മുഖാന്തരങ്ങളും ഒരുക്കാം. അങ്ങനെ കർത്താവിൽ വീണ് മരിക്കുമെങ്കിൽ, കർത്താവിനെ അനുഗമിച്ച് മരിക്കുമെങ്കിൽ അവന് നിത്യജീവൻ ദൈവം അവകാശമായി കൊടുക്കും. ഒരു ഗോതമ്പ് മണി താഴെ വീണ് ചത്താൽ 100 കണക്കിന് ഗോതമ്പ് മണികളെ ഉൽപ്പാദിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ! നിശ്ചയമായിട്ടും ഞാനും നീയും ഇന്ന് ഈ വചനം കേട്ടതുപോലെ കർത്താവിന് വേണ്ടി നിൽക്കുമെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നല്ലൊരു തീരുമാനമെടുക്കാമോ? കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. കർത്താവിന് വേണ്ടി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഞാൻ ഒന്നുകൂടി പറയുന്നു, ജഡത്തിന് വേണ്ടി നിങ്ങൾ നോക്കരുത്. ജഡത്തിന് വേണ്ടി നമ്മൾ പല കോപ്രായങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് കാണിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ദൈവരാജ്യത്തിന് ഫലമാകത്തില്ല. ദൈവരാജ്യത്തിന് ഫലമാകണമെങ്കിൽ കർത്താവിനായി നിൽക്കുന്ന ഒരു അനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.